ശശി തരൂർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അശ്രമമാണ്. പൂർവാശ്രമത്തിൽ അദ്ദേഹം നയതന്ത്ര രംഗത്തെ അധികായനായിരുന്നു എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് പുറത്തെന്ത് പറയുന്നു എന്നതിനെ മാത്രം ലക്ഷ്യമാക്കി, അത് മാത്രം പരിഗണിച്ചുകൊണ്ട് ഇന്നതായിരിക്കും തരൂറിൻ്റെ മനസ്സിലൂടെ പോകുന്നത് എന്ന് പെട്ടെന്ന് നിഗമനങ്ങളിൽ എത്തുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത്, കാരണം മുൻപൊക്കെ പലപ്പോഴും തരൂറിൻ്റെ പേര് സജീവമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിഷ്പക്ഷരായ ഒരുപാട് പേര് പ്രതീക്ഷിച്ചു. അത് കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടം, ആ പോരാട്ടത്തിന് തൊട്ട് മുൻപും പിൻപുമുള്ള സമയത്ത് ഇതാ ഒരു മോചകൻ, ശശി തരൂർ എന്ന മോചകൻ കേരളത്തിൽ വരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പാരഡൈം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന ഒരു നറേറ്റീവ് ഉണ്ടായി. അദ്ദേഹം അതിന് അനുരൂപമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ക്രമീകരിച്ചു. അദ്ദേഹം മതമേലധ്യക്ഷന്മാരുമായിട്ടും സമുദായിക നേതാക്കന്മാരുമായിട്ടും സംഭാഷണം നടത്തി. അതിനുശേഷം കഴിഞ്ഞ 2 വർഷം ഫ്രീസറിലിരുന്ന ഒരു ചിന്ത ഒരിക്കൽ കൂടി പൊടി തട്ടി കൊണ്ടുവരികയാണ്. അത് മറ്റാരുമല്ല, തരൂർ നേരിട്ട് തന്നെ സ്വയം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്നാൽ തോന്നലാണ് ജനിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ തരൂർ പറയുന്ന വാക്കുകൾ, കാരണം അത് ഉപയോഗിച്ച വാക്കുകൾ, സാഹചര്യം, കോണ്ടെക്സ്റ്റ്, ടൈമിംഗ്, ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമേ തരൂരിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ശ്രീ അഭിലാഷ് നമുക്കൊരു അവിടെ ഡോക്ടർ മോഹൻ വർഗീസ് താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 കൊല്ലം മുമ്പ് ശശി തരൂർ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പൊതുസമൂഹത്തിനിടയിലെങ്കിലും ചർച്ചയായിരുന്നു. അദ്ദേഹം NSSൽ പോകുന്നു, അദ്ദേഹം മലബാർ പര്യടനം നടത്തുന്നു, ലീഗ് നേതാക്കളെ കാണുന്നു, മുസ്ലിം സമുദായ നേതാക്കളെ കാണുന്നു, ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പല ആളുകളും അതൊരു പോസിറ്റീവ് സ്റ്റെപ്പായി കാണുകയും ചെയ്തു. പക്ഷേ കാലം മാറി, തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പുകൾ UDF ജയിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ജയിച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ ഈ എക്സ്ട്രാ എഫർട്ടോ എക്സ്ട്രാ വോട്ടോ വേണ്ടതില്ല, UDF ഈ നിലയിൽ തന്നെ ജയിക്കാൻ പര്യാപ്തമാണെന്ന ചിന്ത UDFലെ ഘടകകക്ഷികൾക്കും അവരുടെ നേതാക്കൾക്കും അവരുടെ പ്രവർത്തകർക്കും വന്നിട്ടില്ലേ? അതുകൊണ്ട് അങ്ങനെയാണ് നമ്പേഴ്സ് കാണിക്കുന്നത്. അവിടെയാണ് ശശി തരൂറിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയം, അതിന് മുൻപ് നടന്ന, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം, ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, ഇതെല്ലാം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 ശേഷം നടന്ന ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും കാര്യമായ മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ട് UDFന്. അത് തരൂർ മാജിക് ഒന്നുമല്ല. അത് മാത്രമല്ല, തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചു വന്നതും കേവലം 15,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അതൊന്നും വലിയ മാജിക് നമ്പേഴ്സ് ഒന്നുമല്ല. തിരുവനന്തപുരം ബുദ്ധിമുട്ടുള്ള മണ്ഡലമാണ്. തരൂർ പറയുന്നത് മുഖവിലേക്ക് നമുക്ക് എടുക്കാം. പക്ഷേ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ വോട്ട് ഉൾപ്പെടെ, തീരദേശ മേഖലയിലെ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ അവസാന നിമിഷം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൈമേയ് മറന്ന് പ്രവർത്തിച്ചു എന്ന കാര്യവും തരൂരിന് വിസ്മരിക്കാനാവില്ല. ഇവിടെ തരൂർ പറയുന്ന ഒരു കാര്യം അതൊക്കെ മേലെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് തരൂർ പറയുന്നത്. തരൂർ പറയുന്നത് പുതിയൊരു ജനറേഷൻ ഇവിടെ വന്നിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം ദ ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ. ഈ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റീസ് ആർ ഡിഫറൻറ്റ്. അവരെ പക്കാ രാഷ്ട്രീയം, കൃത്യമായ രാഷ്ട്രീയ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരല്ല. അവർക്ക് വികസനമാണ് വിഷയം, പുരോഗമനമാണ് വിഷയം. അവർക്ക് നാളുകളിൽ എന്ത് ലഭിക്കും, അവരുടെ രാജ്യത്ത്, അവരുടെ സംസ്ഥാനത്ത് അവർക്ക് പ്രതീക്ഷിക്കാൻ എന്താണ്, തൊഴിലവസരം. അങ്ങനെയാണ് അദ്ദേഹം സ്റ്റാർട്ടപ്പുകളിലേക്ക് ചിന്ത കൊണ്ടുവരുന്നത്. അത് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരുന്നു. നമ്പേഴ്സ് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ മറ്റു ചില നിഗമനങ്ങൾ നമുക്ക് എത്തിച്ചേരാം. പക്ഷെ തരൂർ പ്രൊജക്റ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഭാഗത്തുനിന്ന് അദ്ദേഹം പൊളിച്ചു തുടങ്ങി. അത് സ്റ്റാർട്ടപ്പുകളാണ്, അത് കേരളത്തിൽ. അതേസമയം അതിന് മുൻപ് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്ക സന്ദർശനത്തിൻ്റെ വിശാലമായ സാധ്യതകൾ, ഭാരതത്തിന് എന്താണ് ലഭിക്കാനുള്ളത്, അപ്പോൾ ഇന്ത്യയെ മൊത്തത്തിൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ തരൂർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഹി ഈസ് ട്രൈയിങ് ടു ഗിവ് എ മെസ്സേജ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മീ, ഇന്ത്യ ഫസ്റ്റ്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയല്ല, അതൊക്കെ മേലെ രാജ്യത്തെ പ്രതിഷ്ഠിക്കുന്നു, ഇവിടെ സംസ്ഥാനത്തെ പ്രതിഷ്ഠിക്കുന്നു. സംസ്ഥാന താല്പര്യങ്ങൾ, സംസ്ഥാന കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് മേലെ പ്രതിഷ്ഠിക്കുന്ന തരൂർ. ആ ഒരു നറേറ്റീവ് ആരാണോ എടുക്കാൻ സാധ്യത, അത് കോൺഗ്രസ് എടുത്താൽ നല്ലത്, ഇനി CPM എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷേ CPMന്റെ രീതികളെക്കുറിച്ച് തരൂരിന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവരൊരിക്കലും പെട്ടെന്നൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രൊജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളത് BJP ആണ്. ആ 3 ഓപ്ഷൻസും ഒരുപോലെ തന്നെ തുറന്നെടുത്ത് തരൂരിനെയാണ് ശ്രീ അഭിലാഷ് കാണുന്നത്. BJPയിലേക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് BJP ഓപ്ഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചെയ്യാൻ പരമാവധി BJP ശ്രമിച്ചതാണ് 2014 ശേഷം പലവട്ടം. ഒരു
അഭിമുഖത്തിൽ മുൻപ് ഇന്ത്യൻ എക്സ്പ്രസിന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറയുന്നത് എനിക്ക് ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയോളജിക്കൽ കൺവിക്ഷൻസ് അനുസരിച്ച് അദ്ദേഹത്തിന് BJP-യിലേക്ക് പോകാൻ കഴിയുകയില്ല, CPM-ലേക്കും പോകാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.